പ്രദർശനം കാണേണ്ടതുണ്ട്. മുഴുവൻ ആളുകളും പിറകുവശത്തേക്ക് വന്ന് സീറ്റിലിരുന്ന് തന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈദേശികാധിപത്യത്തിന്റെ കരാളഹസ്തങ്ങളാൽ ജീവൻ ബലിയർപ്പിക്കപ്പെട്ട മുട്ടിച്ചിറ ശുഹദാക്കളുടെ അകലു പരമ്പരയിൽപ്പെട്ട കൈതകത്ത് കുടുംബാംഗങ്ങൾ ഒന്നിക്കുകയാണ്. 2017 മെയ് 21 പുള്ളാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കൈതകത്ത് കുടുംബസംഗമത്തിന് സ്നേഹത്തോടെ സമർപ്പിക്കപ്പെടുന്ന ഈ ഗാനത്തിന്റെ രചന കുടുംബസംഗമത്തിന്റെ ചെയർമാൻ കൂടിയായ കൈതകത്ത് കോയമോൻ ഹാജി, ആലാപനം മുഹമ്മദ് റഫീഖ് പെരുമുഖം. മുട്ടിച്ചീറ പള്ളി കണ്ണിൽ മായങ്ങുന്നോരെ മുത്തായാദീനിന്നെ വേണ്ടി ചെയ്തായോരെ. മുട്ടിച്ചീറ പള്ളി കണ്ണിൽ മായങ്ങുന്നോരെ മുത്തായാദീനിന്നെ വേണ്ടി ചെയ്തായോരെ. ബ്രിട്ടീഷ് പട്ടാളം പള്ളി കയറി ചെന്ന് ചുമക്കിയിരിക്കുന്ന 11 പേരെ കൊന്ന്. മുട്ടിച്ചീറ പള്ളി തന്നിൽ മായങ്ങുന്നോരെ മുത്തായാദീനിന്നെ വേണ്ടി ചെയ്തായോരെ. മതമൈത്രി കളിയാടും മലപ്പുറം ദേശത്തന്ന് മത്ത് പീഡിച്ച വെള്ളക്കാരും വന്നു ചേർന്ന്. മതമൈത്രി കളിയാടും മലപ്പുറം ദേശത്തന്ന് മത്ത് പീഡിച്ച വെള്ളക്കാരും വന്നു ചേർന്ന്. മുട്ടിച്ചീറ പള്ളി കണ്ണിൽ മായങ്ങുന്നോരെ മുത്തായാദീനിന്നെ വേണ്ടി ചെയ്തായോരെ. മുട്ടിച്ചീറ പള്ളി തന്നിൽ മായങ്ങുന്നോരെ മുത്തായാദീനിന്നെ വേണ്ടി ചെയ്തായോരെ. വമ്പേറും ഫിത്ന ഫസാദും പാരത്തിയിട്ടും മമ്പുറം തങ്ങളെ മുമ്പിലു തോറ്റുപോയി. വമ്പേറും ഫിത്ന ഫസാദ് പാരത്തിയിട്ടും മമ്പുറം തങ്ങളെ മുമ്പിലു തോറ്റുപോയി. മുട്ടിച്ചീറ പള്ളി കണ്ണിൽ മായങ്ങുന്നോരെ മുത്തായാദീനിന്നെ വേണ്ടി ചെയ്തായോരെ. മുട്ടിച്ചീറ പള്ളി തന്നിൽ മായങ്ങുന്നോരെ മുത്തായാദീനിന്നെ വേണ്ടി ചെയ്തായോരെ.
11 പേരെ കൊന്ന് അടിവെച്ച് ഷുവായി കാതെ കായറി ചെന്ന് വെടിവെച്ച നോമ്പുള്ള 11 പേരെ കൊന്ന് പള്ളി കണ്ണിൽ മായങ്ങുന്നോരെ മുത്തായ ദീനിന് വേണ്ടി ഷഹീദായോരെ പള്ളി തന്നിൽ മായങ്ങുന്നോരെ മുത്തായ ദീനിന് വേണ്ടി ഷഹീദായോരെ സുബ്ഹാന്റെ മാർഗത്തിൽ ജീവിതം നേദിച്ചോരെ സുബ്ഹാനോട് സ്വർഗം നേരിട്ട് ചോദിച്ചോരെ സുബ്ഹാന്റെ മാർഗത്തിൽ ജീവിതം നേദിച്ചോരെ സുബ്ഹാനോട് സ്വർഗം നേരിട്ട് ചോദിച്ചോരെ മുട്ടുകളേറെ ുള്ളോരാണേ മുട്ടിച്ചീറ പള്ളിയിലൊരു നാളാണയും ഞാനേ മുട്ടുകളേറെ ആയാത്തതിയിലുള്ളോരാണേ മുട്ടിച്ചീറ പള്ളിയിലൊരു നാളാണയും ഞാനേ മുട്ടിച്ചീറ പള്ളി തന്നിൽ മായങ്ങുന്നോരെ മുത്തായ പള്ളി തന്നിൽ മായങ്ങുന്നോരെ മുത്തായ ദീനിന് വേണ്ടി ഷഹീദായോരെ ബ്രിട്ടീഷ് പട്ടാളം പള്ളി കായറി ചെന്ന് ജുമകീരിക്കുന്ന 11 പേരെ കൊന്ന് ബ്രിട്ടീഷ് പള്ളി തന്നിൽ മായങ്ങുന്നോരെ മുത്തായ ദീനിന് വേണ്ടി ഷഹീദായോരെ ബ്രിട്ടീഷ് പള്ളി തന്നിൽ മായങ്ങുന്നോരെ മുത്തായ ദീനിന് വേണ്ടി ഷഹീദായോരെ ബ്രിട്ടീഷ് പള്ളി തന്നിൽ മായങ്ങുന്നോരെ മുത്തായ ദീനിന് വേണ്ടി ഷഹീദായോരെ അടുത്ത നമ്മുടെ വേദിയിൽ അക്കൂത്തലപ്പാറ ഒരു ഗാനവുമായി. ഹലോ, അടുത്തതായി വേദിയിൽ റിയാലിറ്റി ഷോ താരങ്ങൾ ഫൈനലിസ്റ്റുകൾ വേദിയിൽ കലാവിരുന്ന് തീർക്കുന്നു. വേദിയിൽ റിയാലിറ്റി ഷോ ഫൈനലിസ്റ്റുകൾ നമ്മുടെ വേദിയിൽ കലാവിരുന്ന് തീർക്കുന്നു. നമ്മുടെ കൈതകത്ത് കുടുംബ മഹാസംഗമം മെയ് 21, 2017 വിശിഷ്ടാതിഥികളായിരുന്ന ബഹുമാന്യരായ ഡോക്ടർ കെ ടി ജലീൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി,
ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി MP, മലപ്പുറം ലോക്സഭാ മണ്ഡലം പാർലമെന്റേറിയൻ. അവരുടെ ഒഫീഷ്യൽ തിരക്ക് കാരണം നമ്മുടെ ഈ ഒരു സംഗമത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചില്ല എന്നവരെ അറിയിക്കുന്നു. സാധിക്കാൻ പറ്റാത്ത വിഷമം അവരെ അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും ഇതോടുകൂടെ അറിയിക്കുകയാണ്. നമ്മുടെ വേദിയുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ KT ജലീൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി MP, മലപ്പുറം ലോക്സഭാ മണ്ഡലം പാർലമെന്റേറിയൻ, അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ സന്ദേശം അറിയിക്കുന്നു. നമ്മുടെ വേദിയിൽ റിയാലിറ്റി ഷോ ഫൈനലിസ്റ്റുകൾ അവതരിപ്പിക്കുന്ന കലാവിരുന്ന്. Hello. 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 കൈതകത്തെ കുടുംബ സംഗമത്തോട് അനുബന്ധിച്ച് ഇവിടെ ഈ ഒരു വേദി ഒരുക്കി തന്ന എല്ലാ പ്രവർത്തകർക്കും ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് മീഡിയ 1 ചാനലിലെ 14ാം രാവ് എന്ന റിയാലിറ്റി ഷോയിൽ ഫൈനലിസ്റ്റ് കൂടിയായ ഞങ്ങളുടെ എളിയ കലാകാരൻ ഫൈസൽ കാരാടിനെ ആദ്യ ഗാനത്തിന് ശ്രദ്ധിക്കുന്നു. Hello. ഇത് കഴിഞ്ഞാലുടൻ നമ്മുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള ഈ സംഗമത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ കൈതകത്ത് കുടുംബത്തിലെ സഹോദരങ്ങൾ പരിചയപ്പെടുന്നു. ഇത് കഴിഞ്ഞാലുടൻ കൈതകത്ത് കുടുംബത്തിലെ സഹോദരങ്ങൾ പരസ്പരം പരിചയപ്പെടുന്നു. SSLC +2 മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ശേഷം നമുക്കിടയിലുള്ള ഒരുപാട് ഡോക്ടേഴ്സ്, നമ്മുടെ കൈതകത്ത് തറവാട്ടിലെ നമ്മുടെ ഡോക്ടേഴ്സ് ഇതിനുശേഷം ആദരിക്കപ്പെടുകയാണ്. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ, ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ, ജന്നീരുലോകമേകൻ സുഖാനെ, ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ, ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ, ജന്നീരുലോകമേകൻ സുഖാനെ.
ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ ജന്മനീരുലോകമേ എന്നും സുഖാനേ ആകെ പ്രപഞ്ചങ്ങൾ എന്നും നീനാഥനേ ആകെ കാരുണ്യം നൽകും പടച്ചോനേ ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ ജന്മനീരുലോകമേ എന്നും സുഖാനേ. നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പിറകുവശത്ത് വന്ന് പേര് കൊടുക്കേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ താരങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പിറകുവശത്ത് വന്ന് പ്രത്യേകം സജ്ജമാക്കിയ കൗണ്ടറിൽ പേര് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ അധ്യയന വർഷത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ നമ്മുടെ പ്രതിഭകൾ ആദരിക്കപ്പെടുകയാണ്. സ്റ്റേജിന്റെ സൈഡ് ഭാഗത്ത് വലതുഭാഗത്തായി പ്രത്യേകം സജ്ജമാക്കിയ കൗണ്ടറിൽ അതാത് പേരുകൾ കൊടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അടുത്ത ഗാനവുമായി ഏഷ്യൻ മൈലാഞ്ചിയുടെ സെക്കൻഡ് വിന്നർ തൃശ്ശൂർ ക്ഷണിച്ചു. രജബ് മാസ നിലാവ് പോലെ കവിളിൽ ഒളിവുള്ളലോലി കാത്തിരിക്കും മാരലി ഇന്നും പെണ്ണാളെ ചുണ്ടിന്റെ മധുമരല മാരലി നല്ല പൂവോളെ രജബ് മാസ നിലാവ് പോലെ കവിളിൽ ഒളിവുള്ളലോലി കാത്തിരിക്കും മാരലി ചുണ്ടിന്റെ മധുമരല മാരലി
ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്നും SSLC +2 പരീക്ഷയിൽ മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികളെ കൈതകത്ത് കുടുംബസംഗമം ആദരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളെ ആദരിക്കപ്പെടുന്നതിന് വേണ്ടി SSLCയിലും +2ലും മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾ ഇവിടെ മൈക്ക് പോയിന്റിൽ വന്ന് പേര് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ വിദ്യാർത്ഥികൾ ഇവിടെ ഇല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ മറ്റാർക്കെങ്കിലും ഇവിടെ വന്നുകൊണ്ട് പേര് നൽകാവുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട 10ാം ക്ലാസ്സിലും +2വിലും മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയവർ അവരുടെ പേര് മൈക്ക് പോയിന്റിൽ നൽകേണ്ടതാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള പാവപ്പെട്ട ഒരുപാട് രോഗികൾ, അവശരായിട്ടുള്ളവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ഇവരെ എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൈതകത്ത് കുടുംബ സംഗമം നേരത്തെ തന്നെ ഒരുക്കമാണ്. ആ ഒരു സംഗമം, ആ ഒരു സംരംഭം വിജയകരമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ചാരിറ്റി ബോക്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ചാരിറ്റി ബോക്സിലേക്ക് നമ്മളാൽ കഴിയുന്ന തുക നിക്ഷേപിച്ച് നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ട ആളുകളെ, രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംരംഭം വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാരിറ്റി ബോക്സ് എല്ലാവരും കണ്ടറിയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Hare
ഹലോ ശ്രദ്ധിക്കുക. നമ്മുടെ കൈതകത്ത് കുടുംബത്തിൽപ്പെട്ട മികച്ച വിദ്യാർത്ഥികൾക്കുള്ള SSLC-യിലും +2-വിലും മുഴുവനും A+ വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ്. ആ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ളവർ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വിദ്യാർത്ഥികൾ അവരുടെ ഇനീഷ്യൽ, അവരുടെ SSLC ബുക്കിൽ +2 ബുക്കിൽ അവരുടെ ഇനീഷ്യൽ കൈതകത്ത്, ആ കൈതകത്ത് തറവാട്ടിലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ മൈക്ക് പോയിന്റ് സമീപിക്കേണ്ടത്. Hello, check. Hello, check. Hello, check. കേട്ടോ
അടുത്തതായി നമ്മുടെ വേദിയിൽ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു കൊച്ചു കലാകാരി ആയിഷ ഒരു കൊച്ചു കലാകാരി നമ്മുടെ വേദിയിൽ ഗാനം ആലപിക്കുന്നു. നമ്മുടെ കലാകാരിയെ ഒരു നല്ല കയ്യടോടുകൂടി സ്വീകരിക്കാം. ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്നും മികച്ച വിജയം കാഴ്ചവെച്ച മുഹമ്മദ് സാദിഖ്, അതുപോലെ തന്നെ ഫർഹാന, റഫ റഷീദ്, അതുപോലെ തന്നെ നിഹ ഫാത്തിമ, ഈ വിദ്യാർത്ഥിനികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിനടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മുഹമ്മദ് സാദിഖ് 10ാം ക്ലാസ്, അതുപോലെ തന്നെ ഫർഹാന +2, റഫ റഷീദ് +2, അതുപോലെ തന്നെ USSൽ മലപ്പുറം ജില്ലയിലെ ഏക വിജയിയായിട്ടുള്ള നിഹ ഫാത്തിമ, ഇവരെല്ലാവരും വേദിനടുത്തേക്ക് മൈക്ക് പോയിന്റിനടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അടുത്തതായി നമ്മുടെ വേദിയിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനമാണ്. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം കാഴ്ചവെച്ച മുഹമ്മദ് സാദിഖ് അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് സാദിഖിനെയും അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ യാസിർ കൈതകത്തെ അവരുടെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് സാദിഖിനെയും അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ യാസിർ കൈതകത്തെ അവരുടെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു നല്ല കയ്യലോടെ പ്രോത്സാഹിപ്പിക്കാം. അടുത്തതായി മികച്ച വിജയം +2 കാഴ്ചവെച്ച ഫർഹാന അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫർഹാനയെയും കൊടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ യാസിർ കൈതകത്തെ അവരുടെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി +2 തന്നെ മികച്ച വിജയം കാഴ്ചവെച്ച റഫ റഷീദ് അവാർഡ് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ മൊയ്തീൻ കൈതകത്ത് അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റഫ റഷീദിനെയും അവാർഡ് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ മൊയ്തീൻ കൈതകത്ത് അവരുടെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി
മലപ്പുറം ജില്ലയിൽ USS പരീക്ഷയിലെ ഏക വിജയി നിഹ ഫാത്തിമ അവർക്ക് അവാർഡ് നൽകുന്നതിന് അവരുടെ പിതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ കോയമോൻ കൈതകത്ത് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. USS പരീക്ഷയിൽ ജില്ലയിലെ ഏക വിജയി നിഹ ഫാത്തിമ. ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം സ്റ്റേജിൽ ഇറങ്ങിയിരുന്നു. ചെറിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയ്യടോടുകൂടി നമ്മുടെ കലാകാരികൾ നമുക്ക് യാത്രയേക്കാം. അടുത്തതായി നമ്മുടെ പരിപാടിയിൽ നമ്മൾ വളരെ വിപുലമായി നടത്താനിരുന്ന ഒരു പരിചയപ്പെടൽ ചടങ്ങാണ്. നമ്മുടെ പരിപാടിയുടെ ഈ ദൈർഘ്യം കണക്കിലെടുത്തുകൊണ്ട് അത് വളരെയധികം ചുരുക്കിയിരിക്കുകയാണ്. നമ്മുടെ പരിപാടിയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വളരെയധികം വിദൂരത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വടക്കാഞ്ചേരി, അതുപോലെ തന്നെ പട്ടാമ്പി, തിരുവമ്പാടി ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒന്ന് സ്റ്റേജിലേക്ക് വന്ന് സ്വയം പരിചയപ്പെടുക. തിരുവമ്പാടി, അതുപോലെ തന്നെ പട്ടാമ്പി, അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിലൊക്കെ നമ്മളിൽ നിന്നും ഒരുപാട് അകന്നു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരം ഒന്ന് വേദിയിൽ കയറി അവർക്കൊന്ന് പരിചയപ്പെടാവുന്നതാണ്. നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചു. എന്നിരുന്നാലും വിദൂര ദിക്കുകളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ കുടുംബ സഹോദരങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ കാസർഗോഡ് സ്ഥിരതാമസമാക്കിയിട്ടുള്ളവർ, പിന്നെ ഗുജറാത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരൊക്കെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും കുടുംബ സംഗമത്തിന്റെ പേരിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വന്നാൽ അവർക്ക് വിദൂര ദിക്കിൽ നിന്ന് വന്നവർക്കൊന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരം.
പട്ടാമ്പിയിൽ നിന്ന് വന്ന നമ്മുടെ സഹോദരൻ അദ്ദേഹം അവിടെ എത്തിപ്പെട്ടതും കാര്യമായിട്ടില്ല. പെട്ടെന്ന് തന്നെ ഓരോ മിനിറ്റിൽ വേഗം പരിചയപ്പെടുന്നതായിരിക്കും വിശ്വാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ വയനാട്ടിലായിരുന്നു. 37 വർഷം മുമ്പ് പിതാവ് കൈതകത്ത് മൊയ്തീൻകുട്ടി മരണപ്പെട്ടു. അതിനുശേഷം 30 വർഷം മുമ്പ് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് താമസം മാറി. ഇപ്പം ഞങ്ങൾ ഉമ്മയും ഞങ്ങൾ 5 ആൺമക്കളുമാണ്. ഉമ്മ 4 വർഷം മുമ്പ് മരണപ്പെട്ടു. മൂത്ത സഹോദരൻ യൂസുഫ്, രണ്ടാമത്തെ സഹോദരൻ ഹസൈനാർ, അവർ രണ്ടാളും UAE-യിലാണ്. മൂന്നാമത്തെ സഹോദരൻ കരീം അപ്പുള്ളത്. 4ാമത്തെ സഹോദരൻ ഞാൻ വാണിയോളത്തെ ഒരു അറബി കോളേജിൽ നിൽക്കുന്നു. 5ാമത്തെ സഹോദരൻ സിദ്ദീഖ്, അവൻ സൗദിയിൽ ജോലി ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഇത് പട്ടാമ്പി ഇനി വേറെ വേഗം വരും. നമ്മളെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് വന്ന സഹോദരൻ. അസ്സലാമു അലൈക്കും. ഞാൻ കൈതകത്ത് തറവാട്ടിൽ കാസർഗോഡേക്ക് പോയ മുഹമ്മദ് കുട്ടി എന്ന മഹമ്മൂദ് രണ്ടാമത്തെ നമ്മൾ 10 മക്കളാണ്. അതിൽ രണ്ടാമത്തെ മകളാണ്. ബാക്കി 9 പേര് കുറച്ച് പേര് ഇവിടെ വന്നിട്ട് പോയി. ദൂരമായ കുട്ടികൾക്ക് ആയവർക്ക് 10 മക്കളിൽ 2 പേര് ബാക്കി എല്ലാവരും നാട്ടിലാണ്. അവിടെ ജോലി ചെയ്ത് കഴിയുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ തന്നെ. ഓക്കെ, താങ്ക് യു. പ്രിയ കൈതകത്ത് കുടുംബത്തിലെ സുഹൃത്തുക്കളെ, ഞങ്ങൾ തിരുവമ്പാടി ദേശത്ത് പുന്നക്കല്ലാണ് താമസം. എൻ്റെ ഉപ്പ കൈതത്ത് കുട്ടിബാവ, അവരുടെ ഉപ്പ കൈതത്ത് കുഞ്ഞുമുഹിയദ്ദീൻ പട്ടാളത്തിലായിരുന്നു എന്നൊക്കെ കേട്ടറിവുണ്ട്. മലയോര മേഖലയായ തിരുവമ്പാടിയിൽ 42 വർഷത്തോളമായി ഞങ്ങൾ താമസിച്ചു വരുന്നു. ഇവിടെ കൂനൽമാട് നിന്നും അവിടേക്ക് കുടിയേറി പാർത്തതാണ്. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഉപ്പയും ഉപ്പയുടെ 2 സഹോദരിമാരും മാത്രമായിരുന്നു കൈതകത്ത് തറവാട്ടിൽ ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ചെമ്മാട് ഭാഗത്ത് ഒരു വർഷം പള്ളി ദർസിൽ പോയപ്പോൾ ഉമ്മ പറഞ്ഞു, ആ ഭാഗത്താണ് നിൻ്റെ ഉപ്പയുടെ ദേശം, അവിടെയൊക്കെ ധാരാളം കൈതകത്തുകാരുണ്ട്. വഴിയൊക്കെ പറഞ്ഞ് അഡ്രസ്സൊക്കെ തന്നു. ഞാൻ ഒരു ദിവസം കുനൽമാട് ചെന്ന് കൈതകത്ത് വാപ്പുക്കയുടെ വീട്ടിലും അതേപോലെ അവരുടെ പെങ്ങന്മാരുടെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ കുടുംബം ബന്ധം തെളിയിക്കുകയും പിന്നീട് 10-20 വർഷത്തോളമായി ഞങ്ങൾ ആ ഭാഗത്തുള്ള കൈതകത്തുകാരുമായി നല്ല ബന്ധത്തിലാണ്. അവർ ഞങ്ങളുടെ വിവാഹ സദസ്സിൽ സമയം ദീർഘിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ സഹോദരനാണ് അടുത്ത് നിൽക്കുന്നത്. എല്ലാ ആളുകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും നമ്മൾ പ്രത്യേകിച്ച് കോയമുക്ക, ഷംസുദ്ദീക്ക, മറ്റ് എല്ലാ ആളുകൾക്കും നന്ദി, കടപ്പാടും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് സഹോദരനും. ഇനി മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 2 പേരുണ്ട്. അവർ 2 വാക്ക് പറയുന്നത്. मुश्किल नहीं, तुम लोग हिंदी में बात करो, मैं मुझे कैसे कर सकते, मैं तर्जुमा करूँगा. तुम बोलो हिंदी में. अस्सलाम वालेकुम. मेरा नाम फैयाज है. मैं बम्बई से आया हूँ. मेरी मम्मी यहाँ की है, तलपड़ा. आके बहुत अच्छा लगा सबको देख के, खुशी हुई आके. അദ്ദേഹത്തിൻ്റെ അമ്മ തലപ്പാറയിലായിരുന്നു. നമ്മളെല്ലാവരും കണ്ട് വളരെ സന്തോഷമായി എന്നാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും.
ഇനി ആരെ കണ്ട പരിചയപ്പെടുത്താൻ? ഞാൻ അടുത്തായി പാട്ട്. വീണ്ടും ഒരു ഗാനം വേദിയിൽ. അതിനു മുമ്പായി നമ്മുടെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബ സംഗമത്തിന്റെ കീഴിൽ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായത്തിനും അതുപോലെയുള്ള വിവാഹ സഹായത്തിനുമെല്ലാം വേണ്ടിയിട്ടുള്ള നമ്മുടെ കുടുംബ സംഗമത്തിന്റെ കീഴിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഈ കുടുംബ സംഗമത്തിലേക്ക് അകമഴിഞ്ഞ് സഹായിച്ചവരായിരിക്കും എങ്കിലും ഇവിടെ 2 ചാരിറ്റി ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വിലയേറിയ തുക നിങ്ങൾ ആ ചാരിറ്റി ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ സംഗമത്തിന് കീഴിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരണമെന്ന് കുടുംബ സംഗമത്തിന് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതിന് വേണ്ടി എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന തുക നമ്മുടെ ചാരിറ്റി ബോക്സിൽ നിക്ഷേപിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. 2 ബോക്സുമായിട്ട് 2 കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിക്ഷേപിക്കുക. ഒരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്, സ്റ്റേജിന്റെ അടുത്ത്. ഞാൻ അടുത്ത ഗാനം പെട്ടെന്ന് ആരാ പാടുന്നത്? അടുത്ത പാടുന്നത് ബീബി ഖദീജ ജാനകി പറഞ്ഞത് ബീബി രാജാജനങ്ങളെ മണത്തുമെത്തുന്ന ബീബി ലോകേ കൈയിലടയുന്ന വാക്കാനോട് നമസ്കാരപ്പെടുന്ന ബീബി ഖദീജ ജാനകി പറഞ്ഞത് ബീബി രാജാജനങ്ങളെ മണത്തുമെത്തുന്ന ബീബി ലോകേ കൈയിലടയുന്ന വാക്കാനോട് നമസ്കാരപ്പെടുന്ന മാല
അടുത്തതായി ഒരു കൊച്ചു കലാകാരി ഫാത്തിമ റഹീം കൊയമൻക. അടുത്തതായി രണ്ടു കൊച്ചു കലാകാരികൾ കൂടി, ഫാത്തിമ റന മിസ്ന. ഇവിടെ ഫാത്തിമ റന മിസ്ന, അത് കഴിഞ്ഞിട്ട് ആ കുട്ടികളും കൂടെ. കോടീശ്വരനാ
കൈതകത്ത് മൊയ്തീൻ ഹാജി, നമ്മുടെ ഈ ഒരു കുടുംബ സംഗമ കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയായ കൈതകത്ത് മൊയ്തീൻ ഹാജി മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. വേഗം വേഗം. ഹലോ, നമ്മുടെ പരിപാടി പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ഇതുപോലത്തെ സംഗമങ്ങൾ നമുക്കിവിടെ കൂടാൻ പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കട്ടെ. ഒരു 3 വർഷത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ കൈതകത്ത് കുടുംബ സംഗമം കൂടണമെന്നാണ് ഇവിടുത്തെ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ കുടുംബകാരണവന്മാരുടെയും എല്ലാവരുടെയും അഭിപ്രായം. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പരിപാടി നന്ദിയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് റബീഹ് കൈതകത്തിന് അതൊരു പ്രാവശ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൈതകത്ത് കുടുംബ മഹാസംഗമം 2017 ഇവിടെ തിരശ്ശീല വീഴുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഈ രീതിയിലുള്ള ഒരു വമ്പിച്ച മഹാസംഗമം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് സാധിപ്പിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ നമുക്ക് വളരെ വിപുലമായിട്ട് തന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും വളരെ വിപുലമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ബാനറിൽ സംഗമിക്കേണ്ടതുണ്ട്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് പരിസമാപ്തി കുറിച്ച് നന്ദി ആശംസിക്കുമ്പോൾ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഒരുപാട് കാരണവന്മാർ, ഒരുപാട് ചെറുപ്പക്കാർ നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ വളരെ ആത്മാർത്ഥമായി നന്ദി ആശംസിച്ചുകൊണ്ട് വിശേഷിച്ചും നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ധന്യമാക്കി തന്ന പാണക്കാട് സയ്യിദ് ജബ്ബാർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ആശംസ അറിയിച്ച് പ്രസംഗിച്ച സയ്യിദ് ഹബീബ് തുറാബ് അസഖാഫി തലപ്പാറ, ഉസ്താദ് ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട്, അതുപോലെ തന്നെ മറ്റു എല്ലാ ആശംസ അറിയിച്ച് പ്രസംഗിച്ച മുഴുവൻ ആളുകളെ ഒറ്റവാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് 3 സലാത്തോടു കൂടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. എല്ലാവരും തന്നെ സ്റ്റേജിലേക്ക് വരണം.